പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴെപ്പോഴും എന്നേക്കും തന്നെ ആമീൻ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേലിലെ ഇടയന്മാരെക്കുറിച്ച് പറയുകയാണ്. ഇടയന്മാരുടെ പ്രത്യേകത, അവർ രാത്രിയിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരായിരുന്നു. അന്ധകാരത്തിൻ്റെ വലിയ ശക്തികൾ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടവരാണ് ഇടയന്മാർ. സഭയാകുന്ന വലിയ ആട്ടിൻകൂട്ടത്തെ സംരക്ഷണത്തിനായി കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഇടയന്മാരാണ് ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഈ ഇടയന്മാർ അവർ വലിയ ബുദ്ധിയുള്ളവരോ വലിയ പണ്ഡിതരോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളായിരുന്നു, ആടുകളെ സംരക്ഷിക്കുക. പാവപ്പെട്ട ഇടയന്മാരായിരുന്നു അവർ. ആ പാവപ്പെട്ട ഇടയന്മാരുടെ മുമ്പിൽ കർത്താവിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇതാ നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെടുമ്പോൾ മാലാഖ അശരീരിയായതുകൊണ്ടും മനുഷ്യൻ ശരീരിയായതുകൊണ്ടും നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് അത് വലിയൊരു പേടിയാണ്. ഇതാ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ക്രിസ്മസിൻ്റെ സന്ദേശം എന്നത് ഭയം വെടിയണമെന്നുള്ളതാണ്. ആടുകളും ഇടയന്മാരും ഭയം വെടിയേണ്ട സമയമാണ് ക്രിസ്മസ് ദിനങ്ങൾ. ഇന്ന് സഭകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇടയന്മാർ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് ആട്ടിൻകൂട്ടങ്ങളെ ഓർത്ത്. ഇതുപോലെ തന്നെ കുഞ്ഞാടുകളും വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്. ഇടയന്മാരുടെയും ആടുകളുടെയും ഹൃദയത്തിൽ വലിയ ആകുലതകളുണ്ട്, വലിയ ഭയങ്ങളുണ്ട്, വലിയ ഉത്കണ്ഠകളുണ്ട്. നാളെ എന്താകും എന്നുള്ള മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഇതാ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ നല്ല വാർത്തയാണ്. ഭയം വെടിഞ്ഞ് സന്തോഷത്തിൽ ഹൃദയം നിറയേണ്ട ദിവസമാണ് ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇതാ രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് മാലാഖ ഇടയന്മാരെ അറിയിച്ചു. അപ്പോൾ മാലാഖമാരുടെ ഒരു വലിയ വൃന്ദം, വലിയൊരു വ്യൂഹം മാലാഖമാർ അവിടെ നിന്നിട്ട് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ്, തിഷ്ബഹത്തോ ലാലോഹോ ബമറൗമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് ഇതാ സ്തുതി, ഭൂമിയിൽ നല്ല മനുഷ്യർക്ക് സമാധാനം. ഇവിടെ വലിയ ഒരു ആത്മീയ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ഭയപ്പെടാതെ, ഭയം വെടിഞ്ഞുകൊണ്ട്, ആകുലതകൾ വെടിഞ്ഞുകൊണ്ട് ഇടയന്മാരും ആട്ടിൻപറ്റവും ഒന്നിച്ചു നിന്ന് മാലാഖമാരോടൊത്ത് ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തുമ്പോൾ ഭൂമിയിൽ ലഭിക്കാൻ പോകുന്ന ഒന്നാണ് സമാധാനം എന്നത്. ഇന്ന് സഭകളിലും കുടുംബങ്ങളിലുമെല്ലാം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ലക്ഷ്യം സമാധാനമാണ് താനും. അപ്പോൾ ഈ സമാധാനം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന
നിങ്ങൾക്കും എനിക്കും സമാധാനം നഷ്ടപ്പെട്ട് വേദനയിലും ഭയത്തിലും കഴിയുന്ന നമ്മളോട് കർത്താവ് ഒരു വലിയ രഹസ്യം പറഞ്ഞു. തെഷ്ബോഹത്തോ ലാലോഹോ ബമ റൗമേ അൽ അറവോ ശ്ലോമോ ഷൈനോ സബറോ തോബോ ലബനൈനോഷോ. അൽ അറവോ ഷൈനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ സമാധാനം. കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം ലഭിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട മനുഷ്യൻ ദൈവത്തിന് മഹത്വം നൽകാതെ പരസ്പരം മഹത്വം നൽകുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താതെ മനുഷ്യനെ അവർ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ദൈവജനം ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ ശക്തിയിലും ആശ്രയിക്കുമ്പോൾ അവൻ അഹങ്കാരത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള ഈ സന്ദേശം നമ്മൾ ഇന്ന് സ്വീകരിക്കണം. നമുക്കെല്ലാം ദൈവം തന്നിരിക്കുന്നത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അത് സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഈ സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ഭയത്തെ നീക്കം ചെയ്യണമെങ്കിൽ, അസമാധാനം നീങ്ങിപ്പോകണമെങ്കിൽ ശത്രുതയും വൈരാഗ്യവും വെറുപ്പും എല്ലാം നീങ്ങിപ്പോകണം. ഇന്ന് ദൈവത്തിന് മഹത്വം നൽകാത്ത മനുഷ്യൻ, പരസ്പരം മഹത്വം നൽകുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ പരസ്പരം വെറുക്കുന്ന മനുഷ്യൻ ഇതാ സമാധാനത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് സന്തോഷവും സമാധാനവും ദൈവമഹത്വത്തിൻ്റെ പ്രതിഫലനമാണ്. യഥാർത്ഥമായ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ഹൃദയങ്ങളിൽ സമാധാനം നിറയുന്നത്. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ ദൈവത്തിന് ശരിയായ സ്തുതി അർപ്പിക്കുന്നെങ്കിൽ, സാധാരണ ഓർത്തഡോക്സ് എന്ന വാക്കിന് ഓർത്തോ എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് അർത്ഥം. ഡോക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി എന്നാണ്, അല്ലെങ്കിൽ പ്രൈസ്, സ്തുതി എന്നാണ് അർത്ഥം. അപ്പം ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി ചൊവ്വാകപ്പെട്ട എന്നാണ് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്നത്. സ്തുതി ചൊവ്വാകപ്പെട്ട വിശ്വാസം. കപടസ്തുതികളല്ല ഉയരേണ്ടത്, പിന്നെയോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ശരിയായ സ്തുതികൾ ഉയരുമ്പോൾ നടക്കുന്ന വലിയ അത്ഭുതമാണ് സമാധാനം. അതുകൊണ്ട് തന്നെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ക്രിസ്മസ് ശുശ്രൂഷകളിലെല്ലാം പ്രത്യേകിച്ച് നീണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. പ്രുമിയോൻ സദറ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനകളിൽ, ക്രിസ്മസ് ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ആവർത്തിച്ച് പറയുകയാണ്, ഇത് വലിയ ഒരു അത്ഭുതമാണ്. ശിശു ജനിച്ചു എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനായി എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതം കണ്ടുകൊണ്ട് വിസ്മരണീയമായി ദൈവജനത്തെ സ്തുതികളും സ്തോത്രങ്ങളും ദൈവമഹത്വങ്ങളും അർപ്പിക്കുവാനായി പിതാക്കന്മാർ ഈ പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് ക്രമീകരിച്ച് തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തുതിയും സ്തോത്രവും ശരിയായ രീതിയിൽ, സ്തുതി ചൊവ്വാകപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ കളങ്കമില്ലാതെ നിഷ്കളങ്കമായി സ്തുതിയും സ്തോത്രവും വ്യക്തിപരമായി ഹൃദയങ്ങളിൽ നിന്നും സഭാ സമൂഹത്തിൽ നിന്നും, അല്ലെങ്കിൽ ജനസമൂഹം, ആട്ടിൻകൂട്ടം എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ നിന്നും ഉയരുമ്പോൾ യഥാർത്ഥമായ ദൈവിക മഹത്വം ദൈവത്തിന് നമ്മൾ നൽകുമ്പോൾ ഭൂമിയിൽ സമാധാനം ലഭിക്കും. അതില്ലാത്തിടത്തോളം കാലം ഹൃദയത്തിൽ സ്തുതി ഉയരുന്നില്ലെങ്കിൽ ഹൃദയത്തിൽ പിന്നെ കിടക്കുന്നത് അഹങ്കാരമാണ്. എളിമയുള്ള വ്യക്തിയാണ്, താഴ്മയുള്ള വ്യക്തിയാണ് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നത്. ദൈവത്തിലാണ് അവൻ്റെ ആശ്രയം. അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണ്. അവൻ പറയുന്നത് ഇതാണ്, എനിക്ക് ഒന്നുമില്ല, സ്വന്തമായി എനിക്കൊന്നുമില്ല, ദാനമായി കിട്ടിയതല്ലാതെ എന്താണ് എനിക്കുള്ളത്, അതുകൊണ്ട് എനിക്കൊന്നും അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ എല്ലായ്പ്പോഴും സ്തുതിക്കുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ എനിക്ക് തെറ്റുപറ്റും, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് തീരുമാനങ്ങളുടെ പുറകെ പോയാൽ ഞാൻ വഴിതെറ്റിപ്പോകും, ഞാൻ പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഉയരുന്നതാണ് ദൈവസ്തുതികൾ. ഈ സ്തുതികളും ഈ സ്തോത്രങ്ങളും എപ്പോഴും നമുക്ക് ദൈവിക സമാധാനം തരും. ഹൃദയത്തിലുള്ള ഭയങ്ങളെ നീക്കുന്നതും ദൈവസ്തുതിപ്പുകളാണ്. തകർച്ചയിലും ഉയർച്ചയിലും നാം ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. സിറിയയിൽ നമുക്കറിയാം, അവിടെ താമസിക്കുന്നതായ സമയത്ത് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ സുറിയാനിയിൽ ചോദിക്കും, എന്താണ് വിശേഷം? ഐക്കാനോ ഇസൈക്ക് എന്ന് ചോദിക്കും, എന്തുണ്ട് വിശേഷം? അപ്പോൾ തിരിച്ച് അവർ മറുപടി പറയുന്നത് ഇതാണ്, തൗദിൽ മൊറിയോ. തൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി, മൊറിയോ എന്ന് പറഞ്ഞാൽ കർത്താവ്. കർത്താവിന് നന്ദി. നമ്മൾ സന്തോഷത്തോടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ, സന്തോഷമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആ വ്യക്തി പറയും, എനിക്ക് തൗദിൽ മൊറിയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി, കർത്താവിന് നന്ദി. അപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയുണ്ട്, എന്താ കൊണ്ട് വിശേഷം, രോഗം വല്ലതും ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അയാൾ മറുപടി പറയും, തൗദിൽ മൊറിയോ എന്ന് പറഞ്ഞാൽ കർത്താവിന് നന്ദി. സുറിയാനി സഭ പഠിപ്പിക്കുന്നത് സന്തോഷത്തിൽ മാത്രമല്ല സന്താപത്തിലും കർത്താവിന് മഹത്വം കരേറ്റണം എന്നാണ്. രോഗമാണോ എനിക്ക്, ഈ രോഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. തകർച്ചയാണോ എനിക്ക്, ഈ തകർച്ചയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. സഭയാകമാനം തകർച്ചയിൽ പോകുമ്പോൾ ഈ തകർച്ചയെ ഓർത്ത് സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇതൊരു വലിയ ആത്മീയ രഹസ്യം. ഈ രഹസ്യം നമ്മൾ മറച്ചു വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറുമ്പോഴാണ് പലപ്പോഴും തകർച്ചകൾ വലിയ ദുരന്തങ്ങളായി മാറുന്നത്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും സഭാ ജീവിതത്തിലുമെല്ലാം തകർച്ചകളുണ്ടാകും. എന്നാൽ തകർച്ചകളെ ഓർത്ത് വേദനിക്കേണ്ട ഒരു വ്യക്തിയല്ല സത്യവിശ്വാസി. സത്യവിശ്വാസി തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടവനാണ്. തകർച്ചകളിൽ ദൈവത്തിന് മഹത്വം നൽകുന്നവൻ, മാലാഖമാരെ പോലെ ദൈവത്തെ സ്തുതിക്കുന്നവൻ. അവർ ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? ഇടവിടാതെ, നിരന്തരം. നമ്മൾ സാധാരണ പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ഇടമുറിയാതെ സ്തുതിക്കുന്ന വാനവസേനകളോടൊന്നിച്ച് നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹത ഏകണമേ. ഇടമുറിയാതെ സ്തുതിക്കുകയാണ് മാലാഖമാർ. ആ മാലാഖമാരുടെ വൃന്ദങ്ങളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇനി മാലാഖമാരോട് മാത്രം ഒന്നിച്ചല്ല, നാം വീണ്ടും തുടക്കത്തിൽ പാടുന്നത് ഇങ്ങനെയാണ്, വ്രതമോട് നിന്നെ പ്രസവിച്ച എന്ന് പറഞ്ഞ് കന്യക മറിയാമിനോടൊത്ത്, പരിശുദ്ധ ദൈവമാതാവിനോടൊത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിബിയന്മാരോടും സ്ലീഹന്മാരോടും ഒത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് എല്ലാ വിശുദ്ധന്മാരോടും ഒന്നിച്ച്, എല്ലാ മാലാഖമാരുടെ വൃന്ദങ്ങളോടും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മാലാഖമാർ നമ്മളൊക്കെ കാണിച്ചു തന്ന മാതൃകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിഷ്ബുഹത്തോ മഹത്വം, ലാലോഹോ ബമറമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ദൈവത്തെ ദൈവമായി കണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും വേദനകൾ മാറിപ്പോകും എന്ന് മാത്രമല്ല, ഹൃദയത്തിൽ സമാധാനം ലഭിക്കും. ഇന്ന് സമാധാനത്തിന് വേണ്ടി ഓടുന്നവർ സമാധാനം കണ്ടെത്തുന്നില്ല. ദൈവത്തിൽ സമാധാനം കണ്ടെത്താത്തിടത്തോളം കാലം മറ്റൊരിടത്തും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം യുവതി യുവാക്കളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അനേകം വ്യക്തികളുടെ പിന്നാലെ, വസ്തുക്കളുടെ പിന്നാലെ സമാധാനത്തിന് വേണ്ടി, ഒരല്പം സ്വൈരം കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ പിന്നാലെ പോലും പോകുന്ന വ്യക്തികളുണ്ട്. യുവതി യുവാക്കൾ മാത്രമല്ല, വൃദ്ധജനങ്ങളുമുണ്ട്, പ്രായമായവരും, എല്ലാവരും ഒരുപോലെ അല്പം സ്വൈരത കിട്ടിയാൽ മതി, സമാധാനം കിട്ടിയാൽ മതി, ശാന്തി കിട്ടണം എന്നോർത്ത് പല സ്ഥലങ്ങളിലേക്ക് ഓടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സമാധാനം ഇവിടെ മാലാഖമാർ കാണിച്ചു തന്നു. മാലാഖമാർ പറയുകയാണ്, ദൈവത്തിന് സ്തുതിക്കുക, നിങ്ങൾക്ക് സമാധാനം, ഭൂമിയിൽ സമാധാനം ലഭിക്കുന്നതിന് ഈ ദൈവസ്തുതികളല്ലാതെ മറ്റൊരു മാർഗവും കർത്താവ് പറയുന്നില്ല. മാലാഖമാർ നമുക്ക് കാണിച്ചു തരികയാണ്. ഇനിയും ഇത് വലിയൊരു വിസ്മയമാണ്, ഇതൊരു വലിയ അത്ഭുതമാണ്, അത്ഭുതം തന്നെയാണ്. കർത്താവ് ദൈവം, സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ഇതാ കന്യക മറിയാമിൻ്റെ, ഒരു സാധാരണ കന്യകയായ ഒരു മനുഷ്യ വ്യക്തിയുടെ ഉദരത്തിൽ ഉരുവാകുകയാണ്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ഉദരത്തിൽ വരികയാണ്. ഇത് എത്രയോ വലിയ
അത്ഭുതമാണ് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ഇതാ എത്രയോ വിസ്മരണീയമായിരിക്കുന്നു ഈ കാര്യം. ഇത് അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതമാണ്. ക്രിസ്മസ് അത്ഭുതങ്ങളുടെ ആഘോഷമാണ്. അത്ഭുതങ്ങൾ ജീവിതത്തിൽ വരേണ്ട ആഘോഷമാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ എല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നത് ഇതാ മാലാഖമാരെ പോലെ ഇടമുറിയാതെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നിങ്ങൾക്കും എനിക്കും കൃപ ലഭിക്കുമ്പോൾ, നിരന്തരമായ സ്തുതിയാകുന്ന ബലി, സ്തുതിയും സ്തോത്രവുമാകുന്ന ബലി നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ തരുന്ന വലിയ സമാധാനം, ഇതാണ് നമുക്കിന്ന് ലഭിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നിങ്ങളും ഞാനുമെല്ലാം നൊയമ്പ് നോക്കുന്ന ദിവസങ്ങളാണ്. മത്സ്യമാംസാദികളൊക്കെ നമ്മൾ വെടിഞ്ഞ് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഈ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടം, ഇവിടെ നമ്മൾ ഭയം വെടിയേണ്ടിയിരിക്കുന്നു. ഭയം വെടി, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 365ഓളം പ്രാവശ്യം കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവ് തരുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ആകുലതയാണോ? നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ വേദനയിലും ദുഃഖത്തിലും നിരാശയിലുമാണോ? നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ വലിയ പ്രത്യാശ, നല്ല പ്രത്യാശ, സബറോ തോബോ ലബനൈനോഷോ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന് വലിയ പ്രത്യാശയാണ് യേശുക്രിസ്തു തരുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിലാണ് സമാധാനം, യേശുക്രിസ്തുവിലാണ് വലിയ പ്രത്യാശ, യേശുക്രിസ്തുവിലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ മറന്നുപോയ സംഗതികൾ, പ്രത്യേകിച്ച് ദൈവസ്തുതി എന്ന സംഗതി, സ്തുതിയും സ്തോത്രവും ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധനയാണ് വിശുദ്ധ കുർബാന. സ്തോത്രബലി എന്നാണ് ഔക്കാറിസ്റ്റിയ, യുക്കറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രബലി, സ്തുതിയാകുന്ന ബലികൾ അർപ്പിക്കുക എന്നാണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥം തന്നെ. സ്തോത്ര ബലികളാണ്, സ്തുതിയാകുന്ന ബലികളാണ് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മൾ ഈ സ്തുതിയാകുന്ന ബലികൾ സമർപ്പിക്കുമ്പോൾ ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഇതാ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എങ്കിൽ വെറുപ്പിൽ ഭയത്തിന് ഇടമുണ്ട് എന്നും കൂടി അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പരസ്പരം സ്നേഹിക്കുമ്പോൾ അവിടെ സമാധാനമുണ്ട്. പരസ്പരം വെറുക്കുമ്പോൾ അവിടെ ഭയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭയം ഇന്ന് പരസ്പരം വെട്ടിനുറുക്കുന്ന, കടിച്ചു കയറുന്ന ചെന്നായ്ക്കളെ പോലെ പരസ്പരം മത്സരിക്കുകയും പരസ്പരം കടിച്ചു കീറാൻ പോകുന്ന ആ തരത്തിലുള്ള പെരുമാറ്റവുമാണ് ക്രിസ്ത്യാനികളായ നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ, മനോഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലുമെല്ലാം ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഈ വരവിൽ നമ്മൾ ചിന്തിക്കുക, വ്യക്തിപരമായി നമുക്കൊന്ന് ആലോചിക്കാം. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിന് പകരം എൻ്റെ വാക്കിലോ എൻ്റെ നോട്ടത്തിലോ എൻ്റെ പെരുമാറ്റത്തിലോ ഞാൻ സ്നേഹം നൽകേണ്ട ഞാൻ സ്നേഹത്തിന് പകരം വെറുപ്പും വിദ്വേഷവുമാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും സൂക്ഷിച്ചാൽ അത് അകാരണമായ ഒരു ഭയം എന്ന് പറയാം. അതായത് നമുക്കൊരു പേടി, നമ്മുടെ ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കും. അതുപോലെ തന്നെ ഏത് ഭയവും നീങ്ങിപ്പോകുന്നത് സ്നേഹം വരുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിറയുന്ന വ്യക്തി ഭയത്തിൽ നിന്ന് മോചിതനാകും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. യേശുക്രിസ്തു പറഞ്ഞു, ഇതാ സ്നേഹമാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. ഇതാ സ്നേഹം എന്താണെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. ഇതിലപ്പുറം മറ്റൊരു സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായി എന്ന വലിയ അത്ഭുതം ക്രിസ്മസ് ദിനത്തിൽ തരുന്ന സന്ദേശം ഇതാ ഭയത്തിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും ഉള്ള പരിഹാരം ഇന്ന് കർത്താവ് തരുന്നതിതാണ്: മാലാഖമാരെ പോലെ ദൈവത്തെ സ്തുതിക്കുക. ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് ഇത് അഗ്രാഹ്യമായേക്കാം.
മനുഷ്യനെ സംബന്ധിച്ച് ഒരു സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചാൽ എങ്ങനെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് മാനുഷികമായി ചിന്തിച്ചേക്കാം. പക്ഷേ ഇതാ കർത്താവ് വ്യക്തമായി പറയുന്നു, മാലാഖമാരുടെ വ്യൂഹം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം ലഭിക്കും എന്ന്. ഉയരങ്ങളിലേക്ക് മഹത്വം നൽകുമ്പോൾ, മഹത്വവും ഉയരങ്ങളിൽ ഉയരുമ്പോൾ രമ്യത മനുഷ്യമക്കളിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വത്തിനായി നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുക. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്ന സ്തുതിയാകുന്ന ബലി നമുക്ക് അർപ്പിക്കുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കിടയാകട്ടെ. അതുവഴി നിങ്ങളെയും എന്നെയും ഭരിക്കുന്ന ഭയം, എല്ലാവർക്കും ഉണ്ട് ഭയം, ഒരു വ്യക്തിയും അതിൽ നിന്ന് ഭയത്തിന് അതീതനൊന്നുമല്ല. ഈ ഭയങ്ങളിൽ നിന്നും, നമ്മുടെ ആകുലതകളിൽ നിന്നും, നമ്മുടെ വേദനകളിൽ നിന്നും, വെറുപ്പിലും വിദ്വേഷവും ഉള്ള നിഷേധാത്മകമായ കാര്യങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് ദൈവം വിമോചനം തരട്ടെ. നിരന്തരമായ സ്തുതികൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സമർപ്പിക്കുവാൻ ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൂരെ മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി